ഇതൊരു ഹൈപ്പ് കൊടുക്കുന്നതല്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല ഇത്തിരി ഹൈപ്പ് കൊടുത്തേക്കാം എന്നും പറഞ്ഞിട്ട് ഇതിൽ രാജുവോ ലാലേട്ടനോ ആരും ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൂസിഫറിന് ഒരു 3-ാം പാർട്ട് ഉണ്ടെന്ന് ഓഫ് കോഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത വർഷമോ ഈ വർഷമൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഇവിടെ കിട്ടും. കയ്യടി വീണില്ലെങ്കിലും കൂവല് വീടരുതേ അന്ന് ലാലേട്ടൻ പാടുമ്പോഴായിരുന്നു. മറ്റുള്ള ഭാഗങ്ങൾ അവിടെ പ്ലേ ചെയ്യുമ്പോഴും ഞാൻ മാറിയിരിക്കുമായിരുന്നു. പിന്നെ ഒന്നിന്റെ മറുപടി ഒന്നുമല്ല. അതെന്താ കാര്യം അന്വേഷിച്ച് പോവാതിരിക്കല്ലേ നല്ലത്. അങ്ങനെ ഇരുന്നോട്ടെ. സുമേഷിന് തന്നെ ചോദിക്കുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ ഇത്? ചിരിച്ചോണ്ടാ ചോദിക്കണത്. സിനിമയുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ചിട്ട് അതേ റിയാക്ഷൻ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴാണ് ഞാനോ ശരിക്കും എനിക്കും അറിയാം സുമേഷിനും അറിയാം ഏതായിരുന്നു ആ സിറ്റുവേഷൻ. ഇത്രയും പേരെ ഒരു ഇരുട്ടുമുറിയുടെ അകത്ത് ചിരിക്കുമ്പോൾ എല്ലാവരും കൂടെ എല്ലാവർക്കും ഒരേ സമയം ഒരേ ഇമോഷൻ തോന്നിപ്പിക്കുന്ന മാജിക് അല്ലേ സിനിമ. പേടിയെന്നല്ല, ഒരു ബഹുമാനമാണ്. നമ്മുടെ കണ്ടു വളർന്നിരിക്കുന്ന ഒരു വലിയ നടനല്ലേ അത്. സംവിധായകൻ അല്ലെങ്കിൽ സംവിധായിക എന്ത് പറയുന്നു അതിനനുസരിച്ച് നീങ്ങാനേ എനിക്കറിയൂ. ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു, ഞാനും ടോവിയും ഇന്ദ്രനും ഒക്കെ ഇങ്ങനെ സൈഡിൽ ചില്ല് ചെയ്ത് ഞങ്ങളിങ്ങനെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ യാത്രയ്ക്ക് പോയതുപോലെയുള്ളൊരു ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു. വെൽക്കം. നിറഞ്ഞ സ്നേഹത്തോടെ മഞ്ജു ചേച്ചിയാണ്. മഞ്ജു വാര്യർ. സ്വാഗതം ചേച്ചി. ഹലോ സുമേഷ്, സുഖമായിട്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇത് എന്റെ 6ാമത്തെ ഇന്റർവ്യൂ ആണ് ചേച്ചിയെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതെ, എത്ര ചെയ്താലും നമുക്ക് ഒരിക്കലും മറന്നു ഫീൽ ചെയ്യുന്നില്ല. അത് സത്യം. തീർച്ചയായിട്ടും. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് ഇരിക്കുന്നത് എക്സ്ക്ലൂസീവായിട്ട് എമ്പുരാൻ റിലീസ് ദിവസമാണ് ഇന്ന്. നമ്മൾ അതിന്റെ വിശേഷങ്ങൾ പറയാനാണ് ഇരിക്കുന്നത്. അതിന് മുന്നേ ഒറ്റ ചോദ്യം ചോദിക്കുന്നത്, നമ്മൾ ഈ സിനിമയിലെ ഒരു ഹീറോയിൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 4 പേരുടെ പേരെടുത്താൽ ചേച്ചി, ശോഭന മാം, ഉർവശി ചേച്ചി, മീന, ഈ ഒരു 4 പേരാണ്. അവരെ എപ്പോൾ ഗ്യാപ്പ് ഇട്ടാലും കുഴപ്പമില്ല. ഇപ്പോൾ 2 വർഷം കൂടി ഒരു പടം ചെയ്യാലും കുഴപ്പമില്ല. അവരെന്നും ഫ്രഷ് ആയിട്ട് തന്നെയാണ്. അവർ എത്ര ഗ്യാപ്പ് കഴിഞ്ഞാലും നിങ്ങളെ വീണ്ടും വീണ്ടും കാണുന്ന ആൾക്കാർക്ക് ഒരിക്കലും മടുപ്പ് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഒരുപാട് ഹിറ്റ് കൊടുത്ത പല നായകന്മാരും നമുക്കുണ്ട്. പക്ഷെ അവരെ ഒന്നും ഒരു പരിധി കഴിഞ്ഞിട്ട് അവർക്ക് ഈ ഒരു ഇത്രയൊരു ഇത് എന്താണ് പ്രേക്ഷകരിലേക്ക് ഒരു സ്വീകാര്യത വന്നിട്ടില്ല. ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊരു 3-4 പേര് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്തായിരിക്കും? അയ്യോ, ഈ പേരുകളുടെ കൂടെ എൻ്റെ പേരും പറയുന്നത് തന്നെ ഉർവശി ചേച്ചിയുടെയും ശോഭന ചേച്ചിയുടെയും ഒക്കെ ഏറ്റവും വലിയ ഫാനാണ് ഞാൻ. മീനയായിട്ട് കുറച്ചും കൂടി ഈ അടുത്ത കാലത്താണ് ഞാൻ കാണുകയും പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. എനിക്ക് അതിന് പ്രേക്ഷകരോടാണ് അത് ചോദിക്കേണ്ടത്. അതെന്താ കാര്യം അന്വേഷിച്ച് പോവാതിരിക്കല്ലേ നല്ലത്. അങ്ങനെ ഇരുന്നോട്ടെ. ചേച്ചി, നമുക്ക് എമ്പുരാൻ റിലീസായി നിറഞ്ഞ സദസ്സിൽ എനിക്ക് തോന്നുന്നു ബുക്ക് മേശയൊക്കെ തകരാറിലായി. അടുത്തൊരു 7 ദിവസത്തേക്ക് കംപ്ലീറ്റ് തിയേറ്ററിന്റെ കടം വീട്ടുന്നു എന്നാണ് അവർ പറയുന്നത്. 7 ദിവസത്തേക്ക് ഫുള്ളാണ്. ഈ ലൂസിഫറിൽ ഒരു നിസ്സഹായ ഒരു വീട്ടമ്മ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു മന്ത്രി പുത്രി എന്നൊക്കെ അതിനപ്പുറം ഒരു നിസ്സഹായ ഒരു വീട്ടമ്മയായിരുന്നു. ഇപ്പോൾ അത് എമ്പുരാനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു വീട്ടമ്മ ഇമേജ് മാറി ഒരു ശക്തി ആർജിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ ലെവലിലേക്ക് ക്യാരക്ടറിൻ്റെ ഒരു രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ജേർണി സ്ക്രിപ്റ്റിൽ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് രാജുവേട്ടൻ പ്രസന്റ് ചെയ്തത്? ചേച്ചി ഇതിനെ ഉൾക്കൊണ്ടത് എങ്ങനെയാണ്? അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും മനോഹരമായിട്ടുള്ള നറേഷനാണ് രാജുവിൻ്റെ. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ആർക്കിനെ കുറിച്ചും സിനിമയെക്കുറിച്ചും രാജു പറഞ്ഞു. അത്രേ ഉള്ളൂ. അത് ഉൾക്കൊള്ളാനായിട്ട് ഞാനായിട്ട് എഫേർട്ട് ഇടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം അത്രയും കൃത്യതയോട് കൂടിയിട്ട് അതിൻ്റെ എല്ലാ ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിലിങ്ങോടും കൂടിയിട്ടാണ് തിരിച്ചൊരു സംശയം ചോദിക്കാൻ ഇടവരാത്ത രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തു തരിക രാജു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ അങ്ങ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഈ രാവിലെ 6 മണിക്കത്തെ ഫാൻ ഷോ കഴിഞ്ഞ് എനിക്ക് ചേച്ചി ഇന്നലെ ഒരാഴ്ചയായിട്ട് ഉറങ്ങിയിട്ടില്ല. ഈ ഒരു പുതിയൊരു പ്രൊമോഷൻ അനുഭവം അല്ലേ ശരിക്കും? ഇതുവരെ അങ്ങനെ ഇത്രയും ഭാഷകളിൽ പോയിട്ട് പ്രസ് മീറ്റും കാര്യങ്ങളും ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് കൂടുതലും കേരളത്തിലുള്ള പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനുശേഷം തമിഴ് സിനിമയാണെങ്കിൽ ചെന്നൈയിലുണ്ടാവും എന്നേ ഉള്ളൂ. ഇത് ഒരേ സിനിമയ്ക്ക് വേണ്ടി തന്നെ ബോംബെയിൽ തുടങ്ങിയതാണ്. പിന്നെ അവിടുന്ന് ഹൈദരാബാദിൽ മാത്രം എനിക്ക് മറ്റ് തിരക്കുകളിൽ പെട്ടുപോയത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ചെന്നൈ, ഡൽഹി, ബാംഗ്ലൂർ, പിന്നെ കൊച്ചി. അപ്പം ഇങ്ങനെ അതും ഈ രാവിലെ തൊട്ട് വൈകുന്നേരത്തെ വരെ ഇവിടുത്തെ പ്രോഗ്രാംസ് കഴിഞ്ഞിട്ട് അന്ന് തന്നെ അടുത്ത സ്ഥലത്തേക്ക് ട്രാവലും ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പം അങ്ങനെ അത് മൊത്തം ടീമിൻ്റെ കൂടെ ആകുമ്പോൾ ഒരു ഓളത്തിൽ അങ്ങ് എല്ലാവരും കൂടി ഒരു രസമായിട്ട് അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടായിരുന്നു ഈ സിനിമയ്ക്ക്. ഈ എനിക്ക് ഇന്നലെ നിങ്ങൾ എത്തിയുള്ളൂ, അതിനുശേഷം
പ്രസ് മീറ്റിലേക്ക് ജോയിൻ ചെയ്തു. അത് ബാംഗ്ലൂരിൽ നിന്ന് രാവിലത്തെ ഉച്ചവരെ പ്രസ് മീറ്റും അതിൻ്റെ മറ്റുള്ള പരിപാടികളും കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്കാണ് പോയത്. എന്നിട്ട് അവിടെ നിന്ന് ചാർട്ടർ ഫ്ലൈറ്റിൽ കൊച്ചിയിൽ ഇറങ്ങി, കൊച്ചിയിൽ നിന്ന് നേരെ പ്രസ് മീറ്റിലേക്ക് കയറി. രാത്രി കുറച്ചു നേരം ഉറങ്ങി കാണും, രാവിലെ 6 മണിക്കത്തെ ഷോക്ക് വരികയും ചെയ്യണം. ഇപ്പൊ ഇന്ന് ഇതുവരെയായിട്ട് ഉറങ്ങിയിട്ടുമില്ല. ഈ വെളുപ്പിന് 6 മണിക്ക് ഇത്രയും ജനക്കൂട്ടത്തിനൊപ്പം സിനിമ കാണുന്ന ആ ഒരു ഫീൽ എങ്ങനെയുണ്ട്? ഒപ്പം ലാലേട്ടനുണ്ട്, രാജേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അതും എനിക്ക് ലൂസിഫറിന്റെ ഫസ്റ്റ് ഷോ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അതിന് ഞാൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫാൻസ് എന്ന് പറയുന്ന വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഒപ്പം ഇരുന്ന്, അതും ലാലേട്ടനും കൂടെ കാണുന്ന ഷോ എന്നുള്ള രീതിയിലാണല്ലോ ഫാൻസിന് അവരുടെ സ്നേഹം കാണിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു അവസരമാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഷോയുടെ അന്തരീക്ഷം എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, വീഡിയോസും അതും ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ആരവവും ഓളവും എന്താ പറയുക, അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി, അത് നേരിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫാൻ ഷോയ്ക്ക് കയറി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഡയലോഗൊന്നും കേൾക്കാൻ പറ്റില്ല. അതൊന്നും കേട്ടില്ല, ആരവാണ് മുഴുവനും. അതെ. ഈ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പം ലൂസിഫർ നോക്കുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായി എനിക്ക് അതിലൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം അങ്ങനെ ഇന്നത്തെ ഞാൻ സിനിമ കണ്ടപ്പോൾ അത് ആക്ച്വലി ശരിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പിൻ ഡ്രോപ്പ് സൈലൻസും അങ്ങനെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വെറുതെ ബഹളമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ സിനിമയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചിട്ട് അതേ റിയാക്ഷൻ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് അവർക്ക് ഇങ്ങനെ ആർപ്പ് വിളിക്കാൻ തോന്നുന്ന അവസരങ്ങളിൽ എല്ലാം മറന്ന് ആർപ്പ് വിളിക്കുകയാണ്. പക്ഷെ സീരിയസ് ആയി സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എല്ലാ ഗൗരവത്തോടും കൂടി ഇരുന്ന് സിനിമയും കാണുന്നുണ്ട്. എത്ര 1500 ആളുകളായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സിനിമയുടെ മാജിക് അതല്ലേ അല്ലേ, ഇത്രയും പേരെ ഒരു ഇരുട്ടുമുറിയുടെ അകത്ത് ചിരിക്കുമ്പോൾ എല്ലാവരും കൂടെ എല്ലാവർക്കും ഒരേ സമയം ഒരേ ഇമോഷൻ തോന്നിപ്പിക്കുന്ന മാജിക് അല്ലേ സിനിമ. ഒരു സ്റ്റാർ എന്നതിന് അപ്പുറം ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഓഫ്കോഴ്സ് ചേച്ചി അഭിനയിച്ച സിനിമയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു രോമാഞ്ചം അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു കൈയടിക്കാനൊക്കെ തോന്നുന്ന ഒരു മൂമെന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മളൊരിക്കലും എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി ഒരിക്കലും അത് ചെയ്യില്ല. ഒരു പരിധി കഴിഞ്ഞ് അവരങ്ങനെ ചെയ്യില്ല, കാരണം അവർക്ക് എപ്പോഴും ക്യാമറ കണ്ണുകളുള്ളതുകൊണ്ട് ചെയ്യില്ല. ഇത് നമ്മുടെ ഈ സിനിമയിലെ സീക്വൻസ് പറയണ്ട, ഡീറ്റെയിൽ പറയണ്ട, ചേച്ചിക്ക് ഏതെങ്കിലും ഒരു സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ കൈയടിക്കണമെന്നോ അല്ലെങ്കിൽ ഒന്ന് ആർപ്പ് വിളിക്കണമെന്ന് തോന്നി ഏതെങ്കിലും ഒരു സീക്വൻസ്, ഒരു ജസ്റ്റ് ഒരു സാധനം പറയാൻ പറ്റും? ഏതായിരിക്കും അതേതാണെന്ന് പ്രേക്ഷകർക്ക് സിനിമ കാണുമ്പോൾ എനിക്കും അറിയാം, സുമേഷിനും അറിയാം അത് ഏതായിരുന്നു ആ സിറ്റുവേഷൻ. അത് സിനിമ കാണട്ടെ, എല്ലാവരും കാണാത്തവരൊക്കെ കാണട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഏതായിരുന്നു. ഈ പെട്ടെന്നൊരു ക്യാരക്ടർ ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു സെക്കൻഡ് ഹാഫിനോടനുബന്ധിച്ച് ഒരു ഫൈറ്റ് സീക്വൻസിൽ ചേച്ചി നോക്കി നിൽക്കുന്ന 1-2 ഷോട്ട്സ് ഉണ്ട്. ഇത് പണ്ട് നമ്മുടെ ഈ 6-ാം തമ്പുരാനിലെ ലാലേട്ടൻ പാടുമ്പോ ചേച്ചി നോക്കിയിരിക്കുന്ന, അന്ന് ലാലേട്ടൻ പാടുമ്പോഴായിരുന്നു, അന്ന് ലാലേട്ടൻ പാടുമ്പോഴാണ്, ഇപ്പൊ ലാലേട്ടൻ അടിക്കുമ്പോഴാണ് നോക്കിയിരിക്കുന്നത്. അതുമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞ ആ ഒരു റിയാക്ഷൻ ശരിക്കും പറഞ്ഞ കണക്ട് ചെയ്ത് അങ്ങനെ ആരും പറഞ്ഞിരുന്നോ? ഇല്ലില്ല, അതാരും പറഞ്ഞില്ല കേട്ടോ എൻ്റെ അടുത്ത്. നോക്കി നിൽക്കുന്നത് ഇല്ല, അത് രസമുള്ള ഒരു ഒബ്സർവേഷൻ ആയിരുന്നു. അത് പറയുമ്പോൾ ശരിക്കും അത് 6-ാം തമ്പുരാനും ലാലേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള സിനിമകളിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹം. അത് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത് കൊണ്ടല്ല, ആ കഥാപാത്രം അത്രയും രസമുള്ളത് ആയതുകൊണ്ടാണ്. എപ്പോഴും എടുത്തു പറയുന്ന കഥാപാത്രങ്ങളിൽ കൂടുതൽ ഭാഗവും ലാലേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷമല്ലേ. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇത് പറയുമ്പം കന്മതമാണെന്ന് തോന്നുന്നു ആദ്യത്തെ സിനിമ 6-ാം തമ്പുരാൻ. സോറി 6-ാം തമ്പുരാൻ. 6-ാം തമ്പുരാൻ തൊട്ട് ഇപ്പോൾ എമ്പുരാൻ വരെ 8ഓളം സിനിമകളാണ് ലാലേട്ടനൊപ്പം ചെയ്തിട്ടുള്ളത്. 8ഓളം സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ആദ്യ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ടാവില്ല, പിന്നെ നോക്കി പഠിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഈ ഒരു 8 സിനിമകളുടെ ജേർണി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആര് പറഞ്ഞു? ഇപ്പോഴും അതേ എക്സൈറ്റ്മെന്റും അതേ നെർവസ്നെസ്സും എനിക്ക്. പിന്നെ ആദ്യ സിനിമ പിന്നെ ഇപ്പോഴും ഉണ്ട്. അതിപ്പോ അല്ലാതെ കാണുമ്പോഴാണെങ്കിൽ പോലും ബഹുമാനമാണ്, അത് പേടിയെന്നല്ല, ഒരു ബഹുമാനമാണ്. നമ്മുടെ കണ്ടു വളർന്നിരിക്കുന്ന ഒരു വലിയ നടനല്ലേ അദ്ദേഹം. ചെയ്തിട്ടുള്ള എത്രയോ കഥാപാത്രങ്ങൾ അറിയാതെയോ ഒക്കെ നമ്മളെ കരയുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സ്വാധീനിക്കുകയും ഒക്കെ ഓരോ മലയാളികളുടെ മനസ്സിലും. മമ്മൂക്കയും ലാലേട്ടൻ്റെയും രണ്ടുപേരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം അങ്ങനെ അവരെ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ബഹുമാനം ഒരിക്കലും അത് പോവില്ല. ഒരു പടം ചെയ്തു എന്ന് വെച്ചാൽ ലാലേട്ടാ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു അയ്യോ തീർച്ചയായിട്ടും. ലൂസിഫർ നോക്കുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായി സ്റ്റീഫൻ നെടുമ്പള്ളിയിലൂടെ പോകുന്നൊരു സിനിമയായിരുന്നു ലൂസിഫർ. പക്ഷെ എമ്പുരാനിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പരിധിക്കുള്ളൊന്നും വിട്ടു പറയാനും പറ്റില്ല. എമ്പുരാനിലേക്ക് വന്നു കഴിയുമ്പോൾ
ഈക്വലായിട്ട് ചേച്ചിയുടെ ക്യാരക്ടറിനും ടൊവിനോയുടെ ക്യാരക്ടറിനും ലാലേട്ടൻ്റെ ക്യാരക്ടറിനും എല്ലാ പൃഥ്വിരാജ് ചെയ്യുന്ന ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഈക്വൽ റോളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരാളിലൂടെ അല്ല കഥ പോകുന്നത്, ഈക്വൽ ആയിട്ടുള്ള റോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ തിരക്കഥ ആക്ച്വലി കംപ്ലീറ്റ് വായിച്ച് ഇപ്പം എമ്പുരാൻ ലൂസിഫറിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് വിളിച്ചിട്ട് നമുക്ക് ഉണ്ട് തുടങ്ങുകയാണെന്നുള്ള പറയുന്നതിന് അപ്പുറം കംപ്ലീറ്റ് തിരക്കഥ വായിച്ചതിന് ശേഷമാണോ ചേച്ചി കമ്മിറ്റ് ചെയ്തത്? ഈ തിരക്കഥയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ? കഥയുടെ ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൃത്യമായി ഓരോ പേജും വായിച്ച് പഠിച്ചതും ആഴത്തിൽ വായിച്ചതും ഒക്കെ ഞാനുള്ള സീനുകളായിരുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? അതിനുള്ളൊരു മേജർ ഡൗട്ട് ചോദിക്കാനുള്ളൊരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. അത്രയും ക്ലാരിറ്റി ഉണ്ട് രാജുവിൻ്റെ മനസ്സിലുള്ളതിനും അത് നന്നായി ആക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും ഒരു ഒരു സംശയം പോലും എവിടെയും വരാറില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ അത് സ്വാഭാവികമാണല്ലോ. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും തന്നത് ഞാൻ മറന്നുപോയത് ഞാൻ ചിലപ്പോൾ ഒന്നും കൂടെ ചോദിച്ചു കാണും. അങ്ങനെയൊക്കെ ഉണ്ടായി കാണും. ഇത്രയും സംസ്ഥാനത്ത് പോയിട്ട് ഇത്രയും വലിയ രീതിയിൽ പ്രൊമോഷൻ നടക്കുന്നു, വളരെ വലിയൊരു ഹൈപ്പാണ് സിനിമയ്ക്ക്. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ ഇത്രയും ഹൈപ്പ് പൃഥ്വിരാജ് ലൂസിഫറിന് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലൊരു ഹൈപ്പാണ് എല്ലാവരിലേക്കും എത്തിച്ചത്. സ്വാഭാവികമായിട്ട് അണിയറ പ്രവർത്തനം എന്ന രീതിയിൽ ഇത്രയും ഹൈപ്പ് കൊടുക്കണോ വേണ്ടയോ? കാരണം ഹൈപ്പ് വെച്ചിട്ട് വരുന്ന സിനിമകൾക്കൊക്കെ ഒരു റിസ്ക് എലമെന്റ് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു? ഇതൊരു ഹൈപ്പ് കൊടുക്കുന്നതല്ലല്ലോ. അത് ലൂസിഫർ എന്ന സിനിമയോടും അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ട് അതിൻ്റെ ഒരു അടുത്ത ഭാഗമാണ്, അതിനോടുള്ളൊരു ആകാംക്ഷയായിരിക്കും. അത് നമ്മൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇത്തിരി ഹൈപ്പ് കൊടുത്തേക്കാം എന്നും പറഞ്ഞിട്ട് ഇതിൽ രാജുവോ ലാലേട്ടനോ ആരും ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തനിയെ പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടാവുന്നതാണ്. അതിന് നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇത് ചേച്ചിയുടെ സീക്വൻസ് വായിച്ചപ്പം ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇവിടെ കൈയടി വീഴും അത് തോന്നിയിട്ടുണ്ടായിരുന്നു? ആക്ച്വലി 3-4 സ്ഥലത്ത് വ്യക്തമായ കൈയടികൾ തിയേറ്ററിലുണ്ടായിരുന്നു. ആണല്ലേ? ചേച്ചിക്ക് വായിച്ചപ്പോൾ തോന്നിയായിരുന്നു, അല്ലെങ്കിൽ എടുത്ത വന്ന വഴിക്ക് തോന്നിയാണ് ഇവിടെ വീഴുന്ന ഒരു പോയിന്റ് ആണ്, ഇവിടെ കിട്ടും കയ്യടി? അല്ലെങ്കിൽ കയ്യടി വീണില്ലെങ്കിലും കൂവല് വീഴരുതേ അങ്ങനെയല്ല. ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് പറയണമെന്നുണ്ട്. ഇത് പറയാനും പറ്റും, ഇന്ന് റിലീസ് ആയതേ ഉള്ളൂ. എനിക്ക് ഞാൻ ചേച്ചിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു ഏതൊക്കെ ഏരിയാസിലാണ് കയ്യടി. അങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ കയ്യടി വീഴാൻ വേണ്ടി അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ട് ഞാൻ അങ്ങനെയൊന്നും രാജു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അത് അങ്ങനെയല്ല, ഞാൻ എൻ്റെ മനസ്സിൽ ഇതായിരുന്നു, ദൈവമേ ഇത് അതായത് രാജു ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റ് ഈ സീനിന്, അതായത് എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സീനിന് അത് ഉണ്ടാവണേന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ആഗ്രഹിക്കുമല്ലോ, അല്ലെങ്കിൽ ഈ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് പൃഥ്വിരാജ് എന്ന വ്യക്തിയെ ഡയറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുരളീഗോപിയുടെ സ്ക്രിപ്റ്റ്, ഓഫ് കോഴ്സ് ലാലേട്ടൻ എന്നൊരു വൻമരം അദ്ദേഹത്തിന്റെ സിനിമ. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത ഘടകം? എല്ലാം ഉണ്ട്. അങ്ങനെ സുമേഷിന് തന്നെ ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഇത് ചിരിച്ചോണ്ടാ ചോദിക്കണത് തന്നെ. അല്ല, ഇതിൽ ഈ ലൂസിഫർ എന്ന സിനിമയുടെ അനൗൺസ്മെന്റ് ആദ്യം മാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു, ദൈവമേ ഈ സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ, ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇപ്പം രാജു എനിക്ക് അതിനു മുമ്പ് പരിചയം ഉണ്ടായിരുന്നില്ല. രാജു എന്ന ഒരു സിനിമയെക്കുറിച്ചുള്ള രാജുവിൻ്റെ പാഷനും അറിവും ഒക്കെ ഞാൻ ഇതിന് മുമ്പുള്ള പ്രസ് മീറ്റുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അത് വളരെ പ്രശസ്തമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ശരിക്ക് നല്ല സെൻസുള്ള ഒരു ആളാണെന്നുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ രാജു സംവിധാനം ചെയ്യുന്നത് ലാലേട്ടനെ വെച്ച് ചെയ്യുന്നു, ലൂസിഫർ എന്നാണ് സിനിമയുടെ പേര് എന്ന് കേൾക്കുമ്പോൾ തന്നെ വെറുതെ മനസ്സിലാവും ഇത് നന്നായിരിക്കും, എന്തായാലും നമുക്ക് നല്ലൊരു ഭാഗ്യമായനെ ഇതിൻ്റെ ഭാഗമാവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നീട് അതെ അപ്പോഴാണ് ഞാനോ ശരിക്കും എന്നായിരുന്നു എനിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണ് കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചതെന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പ്രിയദർശിനി രാംദാസ് എന്ന ഒരു അമ്മയാണോ അതെയോ പ്രിയദർശിനി രാംദാസ് എന്ന ഒരു പൊളിറ്റീഷ്യനാണോ കുറച്ചുകൂടെ അടുത്ത് ചേർന്ന് നിൽക്കുന്നത് രണ്ട് സിനിമകൾ നോക്കുമ്പോൾ? പ്രിയദർശിനി രാംദാസ് തന്നെ. ഇത് എല്ലാം ചേർന്നതാണല്ലോ പ്രിയദർശിനി. അപ്പം അങ്ങനെ ഒന്നായിട്ട് അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. പ്രിയദർശിനി തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കഥാപാത്രങ്ങളിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും. എൻ്റെ ഒരു
ഒരു ഭാഗ്യമാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നാണോ പടം കാണുന്നത്? അതിന് മുന്നേ ഇല്ലില്ല, ഇന്നാ കാണുന്നത്. എൻ്റെ ഭാഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കാണുമല്ലോ. അതിന് മറ്റുള്ള ഭാഗങ്ങൾ അവിടെ പ്ലേ ചെയ്യുമ്പോഴും ഞാൻ മാറിയിരിക്കുമായിരുന്നു. കാരണം അവിടെ ഇവിടെ ഇങ്ങനെ മാറി മാറി കാണണ്ട. എനിക്ക് ഈ സിനിമ മുഴുവനായിട്ട് തിയേറ്ററിൽ അതിൻ്റെ ഫുൾ വേർഷൻ ഫുൾ ഗ്ലോറിയിൽ കാണണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഈ ശരിക്കും പറയാം ഇന്നത് കണ്ടപ്പോ വ്യക്തമായ ഡയലോഗ് ഒന്നും കാര്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഇനി സമാധാനമായിട്ട് കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഈ എത്രത്തോളം വിട്ടു പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ചോദിക്കട്ടെ, ഈ ലൂസിഫറിന്റെ ഒരു 3ാം പാർട്ട് ഉണ്ടെന്ന് ഓഫ് കോഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത വർഷമോ ഈ വർഷമൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ക്ലൂകൾ കിട്ടിയിട്ടുണ്ടോ? എപ്പോഴാണെന്നൊന്നും ഒരു പിടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം അറിഞ്ഞൂടെ, ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. ചേച്ചി ഇപ്പൊ ഈ ലൂസിഫറിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറും രണ്ടും പ്രിയദർശിനി രാമദാസ് ആണെങ്കിലും ഇവിടെ കുറച്ചുകൂടി ഒരു കരുത്താർജിച്ച ഒരു വുമൺ എന്നുള്ള ഒരു ഫീല് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി എന്തെങ്കിലും ഒരു ക്യാരക്ടറിൽ ചേഞ്ച് വരുത്തുകയോ അല്ലെങ്കിൽ നടത്തത്തിലോ നോട്ടത്തിലോ അങ്ങനെ ഇതിന് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിൻ്റെ കഥയുടെ ഒരു ഇത്രയും വർഷത്തിനുള്ളിൽ എനിക്ക് മറ്റേ ഫ്ലാഷ് ബാക്കിലേക്ക് ഭാഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഇത്രയും വർഷത്തെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോഗ്രസ് എങ്ങനെയാണോ അത് തന്നെയാണ് എനിക്ക് ഈ സിനിമയിൽ കഥാപാത്രത്തിനുള്ളത്. അപ്പം അങ്ങനെ ഒരു പ്രിപ്പറേഷൻ വേണ്ട അത്രയും വലിയ മാറ്റമൊന്നും കഥാപാത്രത്തിനില്ല. പ്രിയദർശിനിയുടെ അതേ ട്രാക്കിൽ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. പിന്നെ ഇതിന് ഈ കഥാപാത്രത്തിന് ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ വരുന്ന സീനുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമ്മളും മാനസികമായിട്ടും നീങ്ങുമല്ലോ. ചേച്ചിയുടെ 2ാം വരവില് വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. മിക്സഡ് റെസ്പോൺസ് വരുന്ന സിനിമകൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം ഈ ലാസ്റ്റ് ചെയ്ത് 2-3 അങ്ങനെ വന്നിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒരു വലിയൊരു മറുപടി എന്നോണമാണ് ഇപ്പൊ ലൂസിഫറും എമ്പുരാനും ഒക്കെ വന്ന് നിൽക്കുന്നത്. ഈ ഒരു മിക്സഡ് റെസ്പോൺസ് വന്ന സിനിമയും വലിയ അഭിപ്രായം കിട്ടുന്ന സിനിമയും തമ്മിലുള്ള ഒരു ബാലൻസിങ് എങ്ങനെയാണ്? ഇത് മനസ്സിലുള്ള ഒരു ഇതെങ്ങനെയാണ് അവസ്ഥ? ഒന്നിന്റെ മറുപടി ഒന്നുമല്ല. അത് എല്ലാ സിനിമകളും നല്ല രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് എല്ലാവരും സിനിമ ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് വർക്കായില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് കഴിയുന്നതും അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കും. നമ്മൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നോക്കും. അല്ലാതെ ഇതിന് മറുപടി മറ്റത് വരും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. എല്ലാ സിനിമകളും ഏറ്റവും ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓടുകയോ അല്ലാത്തതോ ഒന്നും എൻ്റെ മനസ്സിൽ അതിനൊരു ഏറ്റക്കുറച്ചിൽ പക്ഷപാതമൊന്നുമില്ല. എല്ലാ സിനിമകളും എനിക്ക് ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. അതെ. ഇനി മുന്നോട്ട് വരുന്ന കമ്മിറ്റ്മെന്റ്സ് ഏതാണ് ചേച്ചി? തമിഴിലാണോ മലയാളത്തിലാണോ? തമിഴിലൊരു സിനിമ ഇപ്പോൾ റിലീസിന് തയ്യാറായിട്ടിരിക്കുകയാണ്. റിലീസിൻ്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. മലയാളത്തിൽ ഇപ്പോൾ അടുത്ത ഷൂട്ടിംഗ് ഏതാണ് തുടങ്ങേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും പറയാൻ നിവൃത്തിയില്ല. പക്ഷേ നല്ല ഭംഗിയുള്ള കഥകൾ കുറച്ചിങ്ങനെ ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ചേച്ചി നിർമ്മാണത്തിലേക്ക് കടന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമുക്കൊരു സംവിധായിക എന്നൊരു ഇതിൽ കാണാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു തരത്തിലും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഒരു. കാരണം അത് വലിയ ഉത്തരവാദിത്വവും വലിയ എന്താ പറയണ്ട ക്ലാരിറ്റി ഓഫ് തോട്ടും വേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പം ഞാൻ തന്നെ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. സംവിധായകൻ അല്ലെങ്കിൽ സംവിധായിക എന്ത് പറയുന്നു അതിനനുസരിച്ച് നീങ്ങാനേ എനിക്കറിയൂ. അതിന് അപ്പുറത്തേക്ക് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഒരു സംവിധായകനാകണമെങ്കിൽ എന്ത് വേണം എന്ന് കൃത്യമായിട്ടൊരു ധാരണ വേണ്ടേ? പക്ഷെ സ്വാഭാവികമായിട്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഓട്ടോമാറ്റിക്കലി വരില്ല, പഠിക്കില്ല. എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ആവാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പ്രത്യേകം തന്നെ ഒരു സ്കിൽ സെറ്റ് വേണം. ചേച്ചി ഇപ്പം ലൂസിഫറിന് വേണ്ടിയിട്ട് പല സംസ്ഥാനങ്ങളിൽ പോയി പ്രൊമോഷൻ ചെയ്തു. ഇപ്പം എമ്പുരാന് വേണ്ടിയിട്ട് ഇപ്പം കേരളത്തില് ഒരുപാട് പടങ്ങൾക്ക് ചേച്ചി പ്രസ് മീറ്റും ഇന്റർവ്യൂസും ഒക്കെ അതിൻ്റെയൊക്കെ പാറ്റേൺ ചേച്ചി കൃത്യമായിട്ട് അറിയാം. ഈ പുറത്തൊരു സംസ്ഥാനത്ത് പോയി പ്രൊമോഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം എന്താ ഫീൽ ചെയ്തത്? കൃത്യമായിട്ട് ഞാനിത് ചോദിക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെയും രാജേട്ടനും ഒന്നിട്ട് ഇന്റർവ്യൂസ് ഈ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഭീകരമായ രീതിയിൽ വൈറലായിരുന്നു. അപ്പൊ ഈ ഒരു ഡിഫറൻസ് എന്താണ് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത്? എന്താണ്? അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടെ മലയാളത്തിൽ സംസാരിക്കാം, അത് കാരണം കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്.
രാജുവിനൊന്നും വലിയ കുഴപ്പമില്ല, പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് പറയാം. അപ്പം അങ്ങനെ ഭാഷയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എനിക്ക് ബാംഗ്ലൂർ കന്നഡയിൽ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കന്നഡ അറിയില്ല. അപ്പം അത് കാരണം എല്ലാ സ്ഥലത്തും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു ഒപ്പിച്ചു. ഇല്ല, പക്ഷേ ഞാൻ ലൂസിഫറിനെ കുറിച്ചും എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ആ ഒരു ആകാംക്ഷയും ഒക്കെ അതെല്ലാ സ്ഥലത്തും എനിക്ക് ഒരേപോലെ തോന്നി. മലയാളം സിനിമയോടുള്ളൊരു സ്നേഹവും അതൊക്കെ, അതായത് മലയാളം സംസാരിക്കാത്ത നോൺ മലയാളി ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരൊക്കെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പ്രസ് മീറ്റിനൊക്കെ വന്നിരുന്നിരുന്നത്. അവരൊക്കെ സംസാരിക്കുന്നത് മലയാളികൾക്ക് എത്രയും ആൻറ്റിസിപ്പേഷൻ ഉണ്ടോ അതേ ഒരു വികാരത്തോട് കൂടിയിട്ടാണ് അവരും ഈ സിനിമയെ സമീപിച്ചത്. ഈ പ്രൊമോഷന് പോയപ്പോൾ എന്തെങ്കിലും ഇപ്പൊ നമ്മളുടെ പ്രസ് മീറ്റുകൾക്കൊക്കെ അറിയാൻ ചില ചോദ്യങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ വിവാദപരമായ ചോദ്യങ്ങൾ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പണിയുന്ന ചോദ്യങ്ങളൊക്കെ വരും. ഇത്രയും സംസ്ഥാനത്ത് പോയ പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ, ഇപ്പൊ ചില ആളുകൾ ചോദിച്ചാൽ നമ്മളെ ചില ആളുകളുടെ ഫേസ് മറക്കില്ല. അവിടെ പോയിട്ട് ഇന്ന ആൾ ഇന്ന രീതിയിൽ ചോദിച്ചു, ചിലപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കില്ല, ആ ക്വസ്റ്റ്യൻ മറക്കാൻ ചോദിച്ച ആളെ മറക്കില്ല. അപ്പൊ നമുക്ക് ഇറിറ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ ഈ ട്രാവലിൽ? അല്ല, ഈ ട്രാവൽ തന്നെ അത് തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അത് ചോദ്യങ്ങളിൽ അങ്ങനെ കൂടുതലും ചോദ്യങ്ങളൊക്കെ ശരിക്കും ഉത്തരം പറയേണ്ടതും ലാലേട്ടനും രാജുവുമാണ്. അപ്പോൾ അത് കാരണം കൂടുതൽ ചോദ്യങ്ങളൊക്കെ അവരായിരുന്നു. ഞാനും ടോവിയും ഇന്ദ്രനും ഒക്കെ ഇങ്ങനെ സൈഡിൽ ചില്ല് ചെയ്ത് ഞങ്ങളിങ്ങനെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ യാത്രയ്ക്ക് പോയതുപോലെയുള്ളൊരു ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ വലിയ സിനിമയുടെ ഭാഗമാണ് എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. അപ്പോൾ പിന്നെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു യാത്രയും കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ഈ ഫുട്ടേജ് അടുത്ത കാലത്താണ് ഹിന്ദി റിലീസായത്. എന്തുകൊണ്ടായിരുന്നു ഇത്രയും വൈകിയത്? അനുരാഗ് കശ്യപ് സാർ ഉണ്ടായിട്ടും ഈ ഒരു ഗ്യാപ്പ് വന്ന് എന്താണ്? ഇവിടെ ഫുട്ടേജ് ഇറക്കുന്ന സമയം ശരിയല്ല, ഇറക്കുന്ന ദിവസം തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ വയനാട്ടിലെ വലിയ ഒരു ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാവുകയും അപ്പോൾ മൊത്തം കേരളത്തിൽ അന്തരീക്ഷം തന്നെ മാറി മറിഞ്ഞ പല കാര്യങ്ങളും ആ സമയത്ത് നടന്നു. അപ്പോൾ ആ സിനിമ അത് റിലീസ് ആയോയെന്ന് ചോദിച്ചാൽ ആയി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ പിന്നീട് ഡൽഹിയിൽ ഹിന്ദിയിൽ ഡബ് ചെയ്ത് ഇറക്കാമെന്നും അത് പിന്നീട് പ്രോപ്പറായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു പേരിന് അങ്ങനെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ മാത്രമായിട്ട് പേരിന് ഡബ് ചെയ്ത് ഇറക്കാതെ പ്രോപ്പറായിട്ട് കുറേയൊക്കെ റീറൈറ്റ് ചെയ്തും അതിൻ്റേതായിട്ടുള്ള സമയമെടുത്തിട്ട് ഒരു ഹിന്ദി സിനിമയായിട്ട് തന്നെ റിലീസ് ചെയ്യാമെന്ന് അനുരാഗ് സാറാണ് നിർദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ട സമയം എടുക്കുകയും പിന്നീട് അതിൻ്റെ അവിടെ ഒരു ഉചിതമായിട്ടുള്ളൊരു സമയം വന്നപ്പോൾ അത് ഹിന്ദി സിനിമയായിട്ട് തന്നെ ഹിന്ദി റിലീസായിട്ട് തന്നെ ചെയ്യുകയാണ് ചെയ്തത്. അതിന് വന്നൊരു കാലതാമസമാണ്. ഇപ്പോൾ അനുരാഗ് കശ്യപ് അവരൊക്കെ ആയിട്ടൊരു ബോണ്ടിങ് ഉണ്ട്. ചേച്ചിയുടെ അടുത്തൊരു ഹിന്ദി അങ്ങനത്തെ ഏതെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം? അത് സംസാരങ്ങൾ നടക്കുന്നുണ്ട്, നല്ല സിനിമകൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. ഇപ്പൊ പിന്നെ ഭാഷയുടെ ഒരു അതിർവരമ്പുകളൊക്കെ മാഞ്ഞു തുടങ്ങുകയല്ലേ. അപ്പോൾ നല്ല സിനിമകൾ ഏത് ഭാഷയിലാണെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്. ചേച്ചി, നമുക്കൊരു പരിധി ഉള്ളത് കൊണ്ട് എമ്പുരാനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചോദിക്കാനുള്ള മാത്രം അല്ല, നമ്മളത് പറയുന്നതും ദ്രോഹമാണ്. കാരണം സ്പോയിലർ കൊടുക്കാന്ന് അപ്പൊ എല്ലാവരും ഈ സിനിമ കാണാനായിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുന്നതും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഒരു പരിധിക്കുള്ള എനിക്കൊന്നും ചോദിക്കാൻ പറ്റുന്നത് ഞാനിത് ക്വസ്റ്റിന് വേണ്ടി തപ്പി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഇത്രയും കൺഫ്യൂഷൻ ആണ്. എന്ത് ചോദിക്കാം, ഇത് ചോദിച്ച അബദ്ധമാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ക്വസ്റ്റിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. വിശദമായിട്ട് പിന്നീട് ഒരു ഇന്റർവ്യൂ കൂടി ഇരുന്ന് നമുക്ക് ഇതിനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. ഇത് ഇപ്പൊ റിലീസ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും പറയാനും പറ്റില്ല. ഒരു സീനും നമുക്ക് എടുത്തു പറയാൻ നമുക്കത് വിശകലനം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല നിൽക്കുന്നത്. ചേച്ചി, ഇപ്പൊ കിട്ടുന്ന അഭിപ്രായം പോലെ തന്നെ വൻ ഹിറ്റിലേക്ക് മലയാളത്തിന് ഒരുപാട് അനന്തമായ സാധ്യതകൾ തുറക്കുന്ന ഒരു സിനിമയായി എമ്പുരാൻ മാറട്ടെ. ചേച്ചിയുടെ കരിയറും അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സുമേഷ്. താങ്ക് യു.